ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്, ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 Entertainment ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ, ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകണമെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ പുലിയാണ് ഞാൻ. ഇപ്പോൾ കുറച്ചുകൂടെ ഹിന്ദി അറിയാം. ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാൾ. ഹിന്ദി മേ ബാത് കർണ ഹൈ ക്യാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. എന്താണ്? ഇല്ല, എനിക്കറിയില്ല. ആ ഉണ്ട്. അത് അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. ഈ മിന്നലത്തെ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഉറക്കം കിട്ടിയില്ല ഇന്നലെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാണ്. അല്ല, അത് ധ്യാനല്ലേ, ഇതിപ്പോൾ രാജ്യമായിട്ടല്ലേ. ഇല്ല, അങ്ങനെയല്ല. പക്ഷെ നിങ്ങളിങ്ങനെ പ്രതീക്ഷയുടെ അമിതഭാരം തരല്ലേ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ, പ്രാവുംകൂട് ഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവുംകൂട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇൻ്റർവ്യൂ പൊളിക്കണം കേട്ടോ. ഇൻ്റർവ്യൂ അപ്പോൾ പടം അപ്പം ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ അമിത പ്രതീക്ഷയായി തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു വൈബല്ലേ. നിഖില, ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജു